ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പാലട. അതെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് റൈസ് പാലടയാണ്. ഡബിൾ ഹോഴ്സിൻ്റെ അരിപ്പാലട തന്നെ നോക്കിയെടുക്കണം. അതിനാട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇന്ന് എനിക്ക് ആവശ്യം ഒരു 40 പേർക്കുള്ള പായസം ഉണ്ടാക്കലാട്ടോ. അതുകൊണ്ട് കുറച്ച് കൂടിയ അളവിലാണ്. ഇത് 6 പാക്കറ്റ് ഡബിൾ ഹോഴ്സ് മിക്സ് ഉണ്ട്. അതിനൊരു 14 കവർ പാല്, ഒരു 10-15 ഗ്ലാസ് വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ആദ്യമേ തന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ, സോറി. അപ്പോൾ നമ്മളിത് ഉരുളിയിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇളക്കുമ്പോൾ സൈഡെല്ലാം നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ചേർത്തിളക്കുക. ഈ ഇളക്കുന്ന സമയം കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ. ചന്ദനമഴയിൽ അമൃതയെ പോലെ ഇരുന്ന് ഇളക്കുന്നത് എൻ്റെ ചേച്ചിയാട്ടോ. ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നതുകൊണ്ടാണ്. നന്നായി തിളച്ച പാലിലേക്ക് നമുക്ക് ഓരോ മിക്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി പറയുന്നത് പായസത്തിന് നല്ലൊരു കളർ കൊടുക്കാനുള്ളൊരു പൊടിക്കൈയാട്ടോ. ഇത് നല്ലവണ്ണം ചൂടായ പാനിലേക്ക് നെയ്യ് ചേർക്കുന്നു. നെയ്യ് ചേർത്ത് അതിലേക്ക് നെയ്യ് ചൂടായി വരുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി പഞ്ചസാരയ്ക്ക് നല്ലൊരു ബ്രൗണിഷ് കളർ വരുന്നവരെ ഇളക്കണം കേട്ടോ. പായസം അവിടെ ഇരുന്ന് തിളച്ച് ഒന്ന് കുറുക്കി വരുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാം. പഞ്ചസാര ഏകദേശം ഈ കളർ പാകമായിട്ടുണ്ട്. കരിയാതെ എത്രത്തോളം ബ്രൗൺ ആവുന്നോ അത്രത്തോളം കളർ നമ്മുടെ പായസത്തിന് കിട്ടും കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിലൊരു ചാനലിൽ കണ്ടതാട്ടോ, ഇങ്ങനെ ബ്രൗണിഷ് ആകാനായിട്ട് ഉള്ള ഒരു ടെക്നിക്ക്. ഇതിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പം നല്ല ബ്രൗണിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ആദ്യം ഒന്ന് ഞെട്ടു കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ, ഞാനും ഒന്ന് ഞെട്ടിയായിരുന്നു പോയോ എന്നോർത്ത്. കാരണം അത് നല്ല ഹാർഡായി പോകും പഞ്ചസാര. പേടിക്കണ്ട, അത് പയ്യെ മെൽറ്റായിക്കോളും. പാല് ചൂടായി വരുന്നതനുസരിച്ച് അത് മെൽറ്റായിക്കോളും കേട്ടോ. കണ്ടോ, ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുവാണ്. അത് പയ്യെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് മെൽറ്റായിക്കോളും. അങ്ങനെ ഇത് നന്നായിട്ട് മെൽറ്റായിക്കോട്ടെ. അതിന് ബ്രൗൺ കളർ വന്നോട്ടെ. നമുക്കപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആ സമയത്ത് എത്രത്തോളം ഇളകുന്നോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഈ പാലട മിക്സിലൊക്കെ എഴുതിയിരിക്കുന്ന അനുസരിച്ചിട്ട് 1/2 മണിക്കൂർ ഇളക്കിയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും വെച്ചിട്ട് അത് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇളക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് അതിന് കൂടും. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാത്തതുകൊണ്ട് ആ മിൽക്ക് മെയ്ഡിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് ഇത് കൊള്ളാം. ഇനി കുറച്ചും കൂടെ ഇളക്കി കൊടുക്കുക. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത്, സാധാരണ പാലടയിൽ ഞങ്ങളുടെ ഏരിയയിൽ കേട്ടോ കിസ്മിസോ നട്ട്സോ ഒന്നും ചേർക്കാറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മളിവിടെ ചേർക്കാമെന്ന് പറഞ്ഞാൽ ഏലക്ക പൊടിച്ച് ചേർക്കും. ഏലക്ക നന്നായിട്ട് ഇടിച്ച് പൊടിച്ച്, കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാരയായിട്ട് ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന കേട്ടോ നല്ലത്. കഷ്ടകാലത്തിന് കറണ്ട് പോയതുകൊണ്ട് മിക്സി വർക്കാവില്ല, അതുകൊണ്ട് ഇടിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ നമ്മൾ തയ്യാറാക്കിയ മിക്സ് കളർ കണ്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പായസത്തിലേക്ക് നമുക്ക് നന്നായിട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മധുരം കൂടി പോകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ മിക്സ് ആയതുകൊണ്ട് നല്ല മധുരമാണല്ലോ, അതുകൊണ്ട് പേടിച്ചാട്ടോ ചേർത്ത് മധുരം കൂടിപ്പോകുമോ എന്ന് ഓർത്തു. പക്ഷെ മധുരം ഒന്നും കൂടിപ്പോയില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പായസം കിട്ടിയിട്ടുണ്ട്. കാണാൻ നോക്കിക്കേ, നല്ല കളറും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.